എൻ്റെ മറക്കാനാവാത്ത ചികിത്സാനുഭവം എന്ന് പറയുമ്പോഴത്തേക്ക് ഞാൻ സർവീസിൽ ജോയിൻ ചെയ്യുന്നത് ഫോർട്ട് കൊച്ചി താലൂക്ക് ഹോസ്പിറ്റലിൽ തന്നെയാണ്. അപ്പോൾ അന്ന് ഞാനിങ്ങനെ കാഷ്വാലിറ്റി ഡ്യൂട്ടി എടുക്കണം. കാഷ്വാലിറ്റി ഡ്യൂട്ടി എടുക്കുന്നിടയിൽ ഒരു 2 കുഞ്ഞുങ്ങളുടെ അമ്മയായ ഒരു സ്ത്രീയെ വയറുവേദനയായിട്ട് കൊണ്ടുവന്നു. അപ്പോൾ വയറുവേദനയുടെ നമ്മൾ സ്വയം കൊണ്ടുവരുമ്പോഴത്തേക്ക് ഭക്ഷണം കഴിച്ചിട്ടുള്ള വയറുവേദന ആവുമെന്ന് കരുതി നമ്മൾ ഇഞ്ചക്ഷനൊക്കെ എടുത്ത് ഒബ്സർവ് ചെയ്യാനായിട്ട് കിടത്തി. അപ്പം കുറച്ച് കഴിയുമ്പോഴത്തേക്ക് സിസ്റ്റർ എന്ന് പറഞ്ഞ ഡോക്ടറെ അത് പിന്നെ വയറുവേദന മാറുന്നില്ല, പക്ഷേ എന്തോ കുഴപ്പമുള്ള പോലെ തോന്നുന്നു ഡോക്ടറെ എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ ചെന്ന് സിസ്റ്റർ അങ്ങനെ പറഞ്ഞുകൊണ്ട് ഞാൻ ഒന്നും കൂടെ ചെന്ന് പിന്നെ വയറുവേദന കുറഞ്ഞില്ലല്ലോ, അന്നും കൂടെ ചെന്ന് നോക്കുമ്പോഴത്തേക്ക് കറക്റ്റായ രീതിയിൽ പക്ഷേ ആൾ ഇങ്ങനെ വെളുത്തിരിക്കുന്നു. നമ്മൾ പറയും പേപ്പറി വൈറ്റ് എന്ന് പറയും, പേപ്പറി വൈറ്റ്. അപ്പോഴത്തന്നെ എനിക്ക് അത് എൻ്റെ മനസ്സിൽ പെട്ടെന്ന് ക്ലിക്കായി. ഞാൻ സാധാരണ പഠിക്കുന്ന സമയത്ത് കണ്ടിട്ടുള്ളതാണ്, നമ്മളെ ഗർഭപാത്ര ട്യൂബുണ്ട്, ഫെലോപ്പിയൻ ട്യൂബ് എന്ന് പറയും. അതിൽ ഗർഭം വരികയാണെങ്കിൽ അത് ഇങ്ങനെ പൊട്ടിത്തെറിക്കുകയാണെങ്കിൽ ഇതാവണമെങ്കിൽ അത് പെട്ടെന്ന് ഒരു എമർജൻസിയാണ്. എമർജൻസി എന്ന് പറഞ്ഞാൽ ഭയങ്കര എമർജൻസിയാണ്. അത് അപ്പോൾ തന്നെ വയറ് തുറന്ന് ഓപ്പറേഷൻ ചെയ്തില്ലെങ്കിൽ മരണം സംഭവിക്കാം. അന്ന് പക്ഷേ എനിക്കിത് കണ്ടുപിടിക്കാൻ സാധിക്കുകയും അപ്പം തന്നെ പേഷ്യൻറ്റിനെ ജനറൽ ഹോസ്പിറ്റലിലോട്ട് റെഫർ ചെയ്യാൻ സാധിക്കുകയും പിറ്റേ ദിവസമല്ല അപ്പം തന്നെ അതിനെ ഓപ്പറേഷൻ ചെയ്തു. ശരി, ആ രോഗി രക്ഷപ്പെട്ടു. അത് കഴിഞ്ഞ് ഇത് ഞാൻ എന്ത് സംഭവിച്ചു എന്നുള്ള കാര്യം പിന്നെ അറിയുന്നില്ല. 2 ആഴ്ച കഴിഞ്ഞപ്പോഴത്തേക്ക് ഈ രോഗി തന്നെ എന്നെ വന്ന് കണ്ടു പറഞ്ഞു, ഡോക്ടറാണ് എൻ്റെ ജീവൻ രക്ഷിച്ചത് എന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് ഉണ്ടായ സന്തോഷം പറഞ്ഞറിയിക്കാൻ പറ്റുന്നതല്ല. കാരണം ഒരു ജീവൻ എന്നെ കൊണ്ട് രക്ഷിക്കാൻ പറ്റി. അതും നമ്മൾ എപ്പോഴും ഞാൻ ചിന്തിക്കും, അത് ഒരു അനുഭവമായിരുന്നു. അപ്പോൾ അതിന് ഒരു മെയിൻ പാഠം പിടിച്ച സിസ്റ്റർമാർ പറയുമ്പോൾ എന്തെങ്കിലും കുഴപ്പമുണ്ടെന്ന് എടുത്തു പറയുകയാണെങ്കിൽ നമ്മൾ ഒന്നും കൂടെ ക്ഷമയോടെ ശ്രദ്ധിച്ച് ഒന്നും കൂടെ നോക്കണം രോഗിയെ.